ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കുമിളിയിലാണ്. സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ലാസ്റ്റ് പോയത് മേഘമലയാണ്. മേഘമല പോയി തിരിച്ചു വന്ന് ഇന്നലെ രാത്രി കുമിളിയിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ എൻ്റെ യാത്ര KSRTC ബസ്സിൽ ഗവിയിലേക്കാണ്. അങ്ങനെ ഞാൻ കുമിളി KSRTC ബസ് സ്റ്റാൻഡിലെത്തി. 5:20 ആയപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. 5:30 ഈ ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത്. കുമിളി ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ബസ്സിലുണ്ടായിരുന്നു. കാരണം കുറച്ച് പേരൊക്കെ കുമിളിയിൽ ഡിപ്പോയിൽ നിന്ന് ഈ ബസ്സിലോട്ട് കയറാറുണ്ട്. എന്നാലും വലിയ തിരക്കില്ലായിരുന്നു. എല്ലാവർക്കും സീറ്റ് കിട്ടുന്ന രീതിയിലുള്ള തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ യാത്ര ചെയ്തതൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. സാധാരണ വീക്കെൻഡ്സിലേക്ക് ഈ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. നിങ്ങൾക്ക് ഗവിയിൽ KSRTCയിൽ യാത്ര ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ കുമിളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുമിളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ 2 റീസണിൽ ഒന്ന്, ഞാൻ മേഘമല പോയിട്ട് തിരിച്ച് വന്നത് കുമിളിയിലാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പം നമുക്ക് പത്തനംതിട്ട വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ ബെറ്റർ കുമിളിയാണ്. കാരണം നമുക്ക് ആദ്യമേ കാട്ടിലോട്ട് കയറാൻ കഴിയുന്നത് ഈ കുമിളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. 2 റൂട്ട് വഴി വന്നാലും നമുക്ക് കാടിൻ്റെ കാഴ്ചകൾ കാണാം. പക്ഷേ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഈ കോടമഞ്ഞിലൂടെ കാട്ടിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കുമിളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതുപോലെ പല രീതിയിൽ നിങ്ങൾക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. നിങ്ങളിപ്പോൾ കുമിളിയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 6-6.5 മണിക്കൂർ എടുത്തിട്ടായിരിക്കും ഈ ബസ് പത്തനംതിട്ട എത്തുന്നത്. പത്തനംതിട്ട വെച്ച് ട്രിപ്പ് എൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ളവർക്ക് അങ്ങനെ പോവാം. അല്ല, നിങ്ങൾക്ക് തിരിച്ച് കുമിളിയിലോട്ടാണ് വരാനുള്ളതെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് കുമിളിയിലോട്ടുള്ള ബസ്സിൽ ഇതേ റൂട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 12 മണിക്കൂറുള്ള സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യാത്രയുടെ നടുവിൽ വെച്ച് ഏകദേശം ഒരു 3.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ച് കുമിളിയിലോട്ടുള്ള ബസ് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 5 ഡാം ഉൾപ്പെടെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ബസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയും സമയം എടുക്കത്തില്ല. നമ്മൾ ഈ പോകുന്നത് ഈ വണ്ടിപ്പെരിയാർ റൂട്ട് വഴിയാണ്. അതുകൊണ്ട് ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ ഇതുപോലെ ഒരുപാട് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇന്ന് എന്തായാലും നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഉള്ള ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. ഈ ബസ്സിലെ ഭൂരിഭാഗം ആൾക്കാർ ഈ ഗവി കാണാൻ വന്ന സഞ്ചാരികളാണ്. പിന്നെ ഈ ഒരു ബസ്സിൽ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ സൗകര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ബസ്സിൽ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6:25 ആയപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. വള്ളക്കടവെന്നാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് കാട്ടിലേക്ക് കയറുന്ന ആദ്യത്തെ ബസ് നമ്മുടെ ഈ KSRTC ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മനോഹരമായ കാടിൻ്റെ കാഴ്ചകളും ഏതെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളങ്ങോട്ട് കാട്ടിലോട്ട് കയറുവാണ്. ഈ പുള്ളി ഫോറസ്റ്റിലെ ഏതൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. പുള്ളി എന്തായാലും എന്തെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവസാനം പുള്ളി തന്നെ ഒരു ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്തായാലും യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു ആനയെ കാണാൻ പറ്റി. അങ്ങനെ ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു ആനയെ കണ്ടപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ബസ്സിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ആനിമൽസിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കുറച്ച് നേരം ബസ് ഇതുപോലെ നിർത്തിയിട്ട് തരും. അപ്പോൾ അതിരാവിലെ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബസ്സിൽ തന്നെ വരണം. KSRTC ബസ്സിൽ കോടമഞ്ഞിലൂടെയുള്ള ഈ ഒരു യാത്രയുണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്.
ഈ മൺസൂൺ ടൈമിലൊക്കെ ഈ ഒരു റൂട്ടിലൂടെയുള്ള ട്രിപ്പ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയിലേക്ക് ഡെയിലി 3 ബസ് സർവീസാണുള്ളത്. രാവിലെ 5:30, ഉച്ചയ്ക്ക് 12:30, ഉച്ചയ്ക്ക് 1:15. അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്ക് 3 ബസ് സർവീസുണ്ട്. രാവിലെ 5:30, രാവിലെ 6:30, ഉച്ചയ്ക്ക് 12:30. കുമളി ടു പത്തനംതിട്ട ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് 208 രൂപയാണ്. ഇനി നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിൾസിലാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെയിലി 30 വെഹിക്കിൾസിനെ മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തി വിടത്തുള്ളൂ. അതും ഒരു ഡയറക്ഷനിലോട്ട് മാത്രം, അതായത് പത്തനംതിട്ട ടു കുമളി ഡയറക്ഷൻ. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് ആങ്ങമൂഴി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. എൻട്രി ടൈം രാവിലെ ഒരു 8:30 മുതൽ 11 മണി വരെയാണ്. ഇതിൻ്റെ ബുക്കിംഗ് എല്ലാം ഓൺലൈനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കേരളത്തിലെ ഏറ്റവും അധികം ദൈർഘ്യമേറിയ ഫോറസ്റ്റ് റൂട്ടുകളിലൊന്നാണ് ഈ ഗവി ഫോറസ്റ്റ് റൂട്ട്. പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് 5 ഡാമുകൾ കാണാൻ സാധിക്കും. അതിൽ ഒരു ഡാം ഒഴികെ 4 ഡാമുകളുടെ മുകളിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. ട്രെക്കിങ്ങും ബോട്ടിങ്ങും പോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഗവിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം ബുക്കിംഗ് വരുന്നത് ഓൺലൈനായിട്ടാണ്. സൂര്യൻ ഇങ്ങനെ പയ്യെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഈ മരങ്ങളുടെ ഇടയിലൂടെ ആ സൂര്യരശ്മികൾ പതിച്ച് വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 3400 അടി ഉയരെയാണ് ഈ ഗവി ഉള്ളത്. റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഗവി വരുന്നത്. മാത്രമല്ല പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഗവി. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഈ ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കും. ഇനി നമുക്ക് അങ്ങോട്ട് ഒരുപാട് ഡാമുകളുടെ കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അങ്ങനെ 7:20 ആയപ്പോൾ ബസ് ഗവിയിലെത്തി. ഈ കാണുന്നതാണ് ഗവി ഡാം. ഈ ഒരു പോയിന്റിലാണ് ബോട്ടിംഗ് പോലത്തെ പല ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടെ ഇറങ്ങാവുന്നതാണ്. ഗവിയുടെ അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വീടുകളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്ന 2ാമത്തെ ഡാമിൻ്റെ പേരാണ് പമ്പ ഡാം. ഈ ഒരു ഡാമിൻ്റെ മുകളിൽ മാത്രമാണ് നമുക്ക് കയറാൻ സാധിക്കാത്തത്. ഏകദേശം ഒരു 8 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബസ് ഒരു ക്യാൻറ്റീനിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടക്ടർ ആർക്കൊക്കെ ഫുഡ് വേണമെന്ന് ചോദിക്കും. അതനുസരിച്ചിട്ട് അവിടെ ഓർഡർ കൊടുത്തിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് മ്ലാവുകൾ നിൽപ്പുണ്ട്. പക്ഷെ നല്ല ദൂരം ആയതുകൊണ്ട് നമുക്ക് ക്യാമറ നല്ലതുപോലെ അറിയത്തില്ല. ഇതിവിടുത്തെ 3ാമത്തെ ഡാമാണ്. ഈ ഡാമിൻ്റെ പേര് ആനത്തോട് ഡാം എന്നാണ്.
ഇതിൻ്റെ ഈ റിസർവോയറൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഈ റൂട്ടിലെ ഏറ്റവും വലിയ ഡാമായ കക്കി ഡാമിലൂടെയാണ്. പിന്നെ ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിന് ഷട്ടറുകളില്ല. ഈ ശബരിഗിരി പ്രോജക്റ്റിൻ്റെ ഭാഗമായ ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഈ കക്കി ഡാം. ഇതിൻ്റെ ഈ താഴ്ഭാഗം നല്ല ആഴമുണ്ട് കേട്ടോ. നമ്മളീ കണ്ട അതേ ആഴം തന്നെ ഇപ്പുറത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഴം ഒന്ന് ആലോചിച്ച് നോക്കേ. എന്തായാലും ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഈ ബസ് പോകുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ കൂടെ കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു ബസ്. ഈ ഒരു ബസ്സിൽ കയറി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ കുമിളിലോട്ട് പോകാവുന്നതാണ്. മരങ്ങളും ചില്ലകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഇതുപോലത്തെ പല കാഴ്ചകളും നമുക്ക് ഈ യാത്രയിൽ കാണേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ കണ്ട കക്കി ഡാമിൽ നിന്ന് ഈ വൈദ്യുതിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ അഞ്ചാമത്തെയും അവസാനത്തെയും ഡാമായ മൂഴിയാർ ഡാമിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ പോകുന്നത്. മൂഴിയാർ ഡാം കഴിഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒരുപാട് പ്രൈവറ്റ് വണ്ടികൾ നമ്മൾ കാണാനായിട്ട് തുടങ്ങി. ശരിക്കും എതിരെ ഒരു വണ്ടി വന്നാൽ കഷ്ടിച്ച് പോകാവുന്നൊരു വീതിയെ ഈ ഒരു റോഡിനൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നത് കുമളി പത്തനംതിട്ട സർവീസ് നടത്തുന്ന ബസ്സല്ല, KSRTCയുടെ ഉല്ലാസയാത്രയുടെ ബസ്സാണ്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റോട് കൂടി നമ്മളെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂറൂടെ കഴിയുമ്പോൾ പത്തനംതിട്ട എത്തും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.